പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ഏപ്രിൽ 20 തിങ്കൾ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവം ആകുന്നു. ജീവിതത്തിൻ്റെ തിരക്കിലും ആശങ്കകളിലും നാം പലപ്പോഴും നമ്മുടെ യഥാർത്ഥ തിരിച്ചറിയൽ മറന്നു പോകുന്നവരാ. ഞാൻ ആരുടേതാണ് എന്നൊരു ആഴത്തിലുള്ള ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരമില്ലാതെ നാം അലഞ്ഞ് തിരിയുന്ന നിമിഷങ്ങൾ നമ്മെ ക്ഷീണിപ്പിക്കും. അത്തരം സമയങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ ശക്തമായി മുഴങ്ങുന്നു. ഞാൻ നിന്റെ ദൈവമായ യഹോവ ആകുന്നു. നിന്റെ അടിമത്തത്തിൻ്റെ ഭവനമായ മിസ്രയീമിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ച് വെച്ചവൻ ഞാനാണ്. ഈ വചനത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട സന്ദേശം ഇതാണ്: ദൈവം നമ്മെ രക്ഷിച്ചതിനാൽ നാം അവൻ്റേതാണ്. ഈ വചനത്തിൽ ദൈവം ആദ്യം കൽപ്പനകൾ പറയുന്നില്ല, മറിച്ച് അവൻ തൻ്റെ ബന്ധം വ്യക്തമാക്കുകയാണ്. ഞാൻ നിന്റെ ദൈവമാണ്. ഈ വാക്കുകൾ നമ്മുടെ ആത്മാവിന് ഒരു ഉറപ്പും ഒരു ആശ്വാസവുമാണ്. ദൈവം ആദ്യം നമ്മെ സ്വന്തമാക്കും, പിന്നെയാണ് നമ്മോട് എന്ത് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിലൊരു സത്യം അടങ്ങിയിരിക്കുന്നു: ദൈവബന്ധമാണ് എല്ലാ കൽപ്പനകളുടെയും അടിസ്ഥാനം. മിസ്രയീം എന്നത് വെറുമൊരു രാജ്യത്തിൻ്റെ പേരല്ല, അത് നമ്മുടെ ജീവിതത്തിലെ അടിമത്തങ്ങളുടെ പ്രതീകമാണ്. പാപം, ഭയം, ആശങ്കകൾ, ബന്ധനങ്ങൾ, അങ്ങനെ പോകുന്നു. അവയിൽ നിന്നാണ് ദൈവം നമുക്ക് വിടുതൽ നൽകിയത്. അതിനാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു നിർബന്ധിത അനുസരണമല്ല, മറിച്ച് രക്ഷപ്പെട്ടവൻ്റെ നന്ദിപൂർവമായ പ്രതികരണമാണ്. ദൈവം മനുഷ്യനായിട്ട് തീർന്നു. എന്തിനു വേണ്ടി? മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിൽ ഉയരാൻ എന്ന വ്യാഖ്യാനം നമുക്ക് നൽകാൻ സാധിക്കും. അതുപോലെ ദൈവം നമ്മെ രക്ഷിക്കുന്നത് നമ്മുടെ വിലയെ, നിലയെ ഉയർത്താനാണ്. നമുക്കറിയാം, ദൈവം ആദ്യം കൃപ നൽകുന്നു, പിന്നെ അവൻ നമ്മെ വിളിക്കുന്നു. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നാം ദൈവത്തിൻ്റെ കൃപയ്ക്കനുസരിച്ചുകൊണ്ട് പ്രതികരിക്കേണ്ടവരാണ് എന്നതാണ്. അതിനാൽ നാം ദൈവത്തെ അനുസരിക്കുന്നത് രക്ഷിക്കപ്പെട്ടതിനാലാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന സത്യമായി മാറേണ്ടത്. ഒരിക്കൽ ഒരു കുട്ടി തൻ്റെ കൈകൊണ്ട് ഒരു ചെറിയ കപ്പൽ നിർമ്മിച്ചു. അവൻ അതിനെ നദിയിലൊഴുക്കി കളിച്ചു. എന്നാൽ ഒരു ദിവസം അത് ഒഴുകിപ്പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ അത് ഒരു കടയിൽ കാണാനായിട്ട് സാധിച്ചു. അവൻ്റെ അതേ കപ്പൽ തന്നെ. അത് സ്വന്തമാക്കാൻ അവൻ പണം വീണ്ടും നൽകി അത് വാങ്ങി. കപ്പൽ കയ്യിൽ പിടിച്ച് അവൻ സന്തോഷത്തോടെ പറഞ്ഞു, നീ രണ്ടാമതും എൻ്റേതായി. ഞാൻ നിന്നെ ഉണ്ടാക്കിയത് കൊണ്ടും ഞാൻ നിന്നെ പിന്നെ വാങ്ങിയത് കൊണ്ടും നീ എൻ്റേതാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. ദൈവം നമ്മെ സൃഷ്ടിച്ചതിനാൽ നാം അവൻ്റേതാണ്. ദൈവം നമ്മെ രക്ഷിച്ചതിനാൽ നാം വീണ്ടും അവൻ്റേതായി മാറി. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ ദൈവത്തിൻ്റെ വകയാണ്. പ്രിയരെ, ദൈവം നമ്മെ സ്വന്തമാക്കിയപ്പോൾ ദൈവകൃപ കൊണ്ട് നമ്മെ നിറച്ചു. ആ ദൈവത്തിൻ്റെ കൃപയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കാം. ഞാൻ ദൈവബന്ധത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ ദൈവബന്ധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? ദൈവം നമ്മോട് പറയുന്നു, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ രക്ഷിച്ചു. അതുകൊണ്ട് നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കേണ്ടതുണ്ട്. ആ കൃപയിൽ നാം നടക്കേണ്ടതുണ്ട്. ദൈവം നമ്മെ സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന സത്യം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കണം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചതിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ തിരിച്ചറിയലുകളെ മറക്കുമ്പോൾ ഞാൻ നിൻ്റെ ദൈവമാണ് എന്ന വാക്ക്
ഞങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും മുഴങ്ങുവാൻ അനുവദിക്കണമേ. നിന്റെ സ്വന്തം ജനമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ കൃപയിൽ നിലകൊള്ളാനും നിന്റെ വഴിയിൽ നടക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.